നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്നാരോപിച്ച് രാഷ്ട്രീയ സമരത്തിന് CPIM. ഇന്ന് വൈകിട്ട് കോഴിക്കോട് മുതലക്കുളത്തും രാമനാട്ടുകരയിലും CPIM പ്രതിഷേധം നടത്തും. ജില്ലയിലെ നേതാക്കൾ പങ്കെടുക്കും. ശരത് എസ് ചേരുന്നു. ശരത് എസ്, ഈ പ്രതിരോധ കാര്യത്തിൽ പലതരം വിമർശനങ്ങൾ CPIM ഉന്നയിക്കുന്നുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ മന്ത്രി അതാതിടങ്ങളിൽ വന്നു നിന്ന് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു എന്നുള്ളത് അത് ഇത്തവണ നടക്കുന്നില്ല എന്നുള്ള ആരോപണമുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ നേരത്തെ രാവിലെ നമ്മൾ കണ്ടതാണ് MLA മുഹമ്മദ് റിയാസ് അടക്കം ഉന്നയിച്ച പരാതികളുമൊക്കെ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം? റോഷ്നി, അതായത് നിപ്പ പ്രതിരോധത്തിൽ സംസ്ഥാന സർക്കാർ പാളി എന്നുള്ളത് തന്നെയാണ് CPIM ആരോപിക്കുന്നത്. നമുക്കറിയാം, രാവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതായത് മുൻപ് സർക്കാരുകളുടെ കാലത്തൊക്കെ തന്നെ എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതെന്ന് നോക്കണം എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ചത്. മാത്രമല്ല, മന്ത്രി ജില്ലയിൽ കേന്ദ്രീകരിച്ച് ഇതിന് ഏകോപന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്നുള്ള അടക്കമുള്ള ആരോപണം കൂടി പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചു. മാത്രമല്ല, മുഹമ്മദ് റിയാസും രാവിലെ പ്രതിഷേധവുമായി രംഗത്തെത്തി. കൺട്രോൾ റൂമിന് മുമ്പിൽ മുഹമ്മദ് റിയാസ് പ്രതിഷേധവുമായി വന്നതാണ്. എന്തായാലും ഇപ്പോൾ CPIM ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ കൂടി ഒരുങ്ങുകയാണ്. ഇന്നിപ്പോൾ കോഴിക്കോട് രണ്ടിടങ്ങളിലാണ് പ്രതിഷേധം തീരുമാനിച്ചിട്ടുള്ളത്. കോഴിക്കോട് മുതലക്കുളത്തും ഒപ്പം നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകരയിലും പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് CPIMന്റെ ജില്ലയിലെ നേതാക്കളൊക്കെ തന്നെ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കും. ജില്ലാ സെക്രട്ടറി M മെഹബൂബ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് നിലവിൽ പ്രതിഷേധം തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷവും ഒപ്പം CPIM. ശരി, ശരത് എസ് ആണ് വിശദാംശം.